ഡ്രസ്സാണിത്. ഡ്രസ്സ് കൊത്തി കളിക്കണ്ട. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നറിയോ, നമ്മുടെ ഈ ആമ്പൽ ചെറിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ മുഴുവനും പായൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ശരി നോക്ക്, ഒരു കൂറ പോയത് നോക്ക്, കൊച്ചുവിനെ പിടിച്ച് തിന്നു കണ്ട. അപ്പോൾ ഇതിനാരും തനിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇര പിടിക്കാനെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇതിന് ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടോ, ഇത് ഇത്രയും ഈ പായൽ ഞാൻ ഇത് കാണിച്ചു കൊടുക്കട്ടെ കൊച്ചുവേ, നോക്ക് ഇത്രയും പായൽ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനിയും പായലുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൈയിട്ടിട്ട് ഈ പായൽ എടുക്കണ കണ്ടിട്ട് നമ്മുടെ കൊച്ചു എന്താ ചെയ്യുന്നറിയോ, ഒപ്പം വന്ന് എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വലിക്കുക. പായലിടണതിനൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. തക്കുടും എല്ലാം കണ്ടതാ മാറി, പാവൻ്റെ കുട്ടി പേടിച്ചിട്ടാണ് കേട്ടോ മാറി വരുന്നത്. ഓടിച്ചു വിട്ടു, അതാ പോയി നിൽക്കണം. തക്കുടു വാ. തക്കുടുവിന് ആകെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് എന്നെ, എൻ്റെ മോളെ മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ തക്കുടു ഇപ്പോഴല്ലേ ആരെ കണ്ടാലും അവർക്ക് നല്ല എന്നിട്ട് കണക്കിനിട്ട് കൊത്തു കൊടുക്കലാണ് പണി. അപ്പോൾ ഇതാ കുട്ടീനെ കണ്ടത് വേഗം പോയി കുട്ടീനെ മണ്ടയിലിരിക്കണം. പക്ഷെ എന്താണ്, ചിക്കുവിനെ ഉപദ്രവിക്കണ അത്രയും അവൾ ഹൈക്കുട്ടിനെ ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ഉള്ളിക്ക് കയറി വരുന്നുണ്ട്, നോക്കിക്കോ അതാ വരുന്നുണ്ട്. നോക്ക്, കൊച്ചുവിനെ കണ്ടപ്പോൾ എൻ്റെ ചെക്കൻ്റെ വിധമൊക്കെ മാറിയിട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ അടുത്തുള്ളത് കൊണ്ട് വരാനൊട്ടും ധൈര്യവും ഇല്ല. ഇല്ല കൊച്ചുവേ, കൊച്ചിങ്ങോട്ട് വന്നേ, കൊച്ചിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ മുന്നിട്ട് ഇപ്പുറത്ത് വാ. അതിൽ ഫിഷ് കഴിഞ്ഞില്ലേ, നീ മാറ്റി ഇങ്ങോട്ട് വാ, ഇപ്പുറത്ത് വാ, ഇവിടെ വാ. എൻ്റെ കൈ മുഴുകും, ഇപ്പുറത്ത് വാ. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വാ. എൻ്റെ കൈ മുഴുങ്ങാനല്ലേ പൊട്ടത്തി പറഞ്ഞു, മണ്ടത്തലേ പറഞ്ഞു, കൈ മുഴുങ്ങാനല്ലേ, ഇങ്ങോട്ട് വായോ. എന്നാ ഇതാ ഇതൊക്കെ ഇതാ. അമ്മേ എൻ്റെ കൈ പിടിച്ചു, മുറിയും. എൻ്റെ കൈ പിടിച്ചു കുഞ്ഞാ, അതാ കയ്യിൽ പാട് വീണതാ. പായൽ കാണിച്ചു കൊടുത്താനേട്ടാ, പായലല്ലേ പിടിച്ചത്, എൻ്റെ കയ്യിലേക്കാണ് പിടിച്ചത്. മണ്ടയ്ക്ക് കുത്തി ഞാൻ തരും, മണ്ടയ്ക്ക് വെച്ച് കുത്തി ഞാൻ തരും. പോട്ടത്തലയാ ദേഷ്യം പറഞ്ഞു നോക്ക്, പോട്ടത്തലയാ. എൻ്റെ തക്കുട് കണ്ട നിൻ്റെ മണ്ട അടിച്ച് പൊട്ടിക്കും. നോക്കിക്കോ എൻ്റെ കയ്യെ പിടിച്ചത്. ആ തക്കു ഇവിടെ വന്നേ, നോക്ക് പെണ്ണിനെ കാട്ടണേ. ഇന്ന് അങ്ങനെ നമ്മൾ ഈ താമര ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, താമര ചെടി എങ്ങനെ വെക്കണം എന്നുള്ളത്. സത്യം പറയട്ടെ, എനിക്കും അറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് വെക്കണത്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റത്തെ പരീക്ഷണങ്ങളാണ്. ഇതിലുണ്ടായിരുന്ന കുട്ടികൾ, ഇത് കുട്ടിയാണെന്ന് പോലും അറിയാതെ ഞാനിതിന് മുന്നേ എത്ര ചെടിയാണെന്നറിയോ പറിച്ചു കളഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ പരീക്ഷണമാണ്. ഇതിൽ സക്സസ് ആകുകയാണെങ്കിൽ ഞാൻ വെക്കുന്ന രീതികൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. സക്സസ് ആയാലും മാത്രം ഞാൻ വീഡിയോയിലിടും തീർച്ചയായിട്ടും. നമ്മുടെ തക്കുടു ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക്. തക്കുടുവിനെ കാണിച്ചാട്ടെ, ബാ. തക്കുടുവിന് പേടിയാണ് കൊച്ചുള്ളത് കാരണം. തക്കുടു ഇവിടെ വന്നേ, ബാ. കൊച്ചുവേ ഇത് നോക്കട്ടെ. ഞാൻ താമരയുടെ ചെടീനെ ചെറിയൊരു ചട്ടിയിൽ വെച്ചാണ് കേട്ടോ. പക്ഷെ അത് വെയിലില്ലാത്ത ഭാഗത്ത് വെച്ചത് കാരണം അതിൻ്റെ ഇലയൊന്നും കാര്യമായിട്ട് വന്നില്ല. കൂത്താടി വളരാതിരിക്കാൻ വേണ്ടിയിട്ട് മീൻ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ഗപ്പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1-2 ഗപ്പീസ് ഇട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോരെണ്ണേ കാണുന്നുള്ളൂ. രണ്ട് ഗപ്പീസ് ഉണ്ട് ഇതിൽ. എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് വന്നേ. ഏതിയെ വരും? അതിയനെ വാ. അതിയനെ വാ. കൊച്ചു ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വായോ. ആ പൂച്ച പോണ്ട്. കൊച്ചു ബാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടാ വരുമോ നോക്കാലോ. കൊച്ചുവേ വാ. ആരാ എന്നെ വിളിച്ച് ഇങ്ങനെയാണ് ഓടി വരിക? ഇവിടെ നോക്കട്ടെ, കാണിക്ക്. ടീച്ചേഴ്സ് ഡേ ആയിട്ട് എൻ്റെ റിയമോളുടെ വക ടീച്ചർക്ക് ഉണ്ടാക്കിയ കാർഡ്. ഇവള് രാവിലെ എണീച്ച് ഇത് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചിക്കുവിനെ ഇളക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കു ലാസ്റ്റ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പെന്നൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് ഒരു റോസാപ്പൂവൊക്കെ പറിച്ചിട്ടാണ് അവൾ കൊണ്ടുപോയിരിക്കണത്. അതെന്തായാലും ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അവളെ എടുത്തിട്ടുണ്ട് വീഡിയോ, അവൾ കളിക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കുടു ഇങ്ങോട്ട് വാ. തക്കുടു എന്താ ചെയ്യണമെന്നറിയാം, വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവൾ എടുത്ത് വെച്ച സ്കെച്ചും ക്രയോൺസിനെയൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരിക, ചുമരിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. അതാ അവളെ പേടിച്ചിട്ട് ഇതാ വാതിലടച്ച് വെച്ചു. തക്കുടുവിന് പുറത്താക്കി വാതിലടച്ചു. തക്കുടു നിൽക്കണം നോക്കതാ, എന്ത് ചെയ്യണമെന്ന് അറിയിട്ട് നോക്ക്, വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് നിൽക്കണേ. തക്കുടു എന്ത് ചെയ്ത്, വാതിലടച്ചോ? ആ പെണ്ണ് വാതിലടച്ച് പോയാ? ബാ കുട്ടി ഇങ്ങോട്ട് വന്നേക്ക്. കുട്ടി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ.
ചെരുപ്പ് കണ്ടാക്കും. പാവം എൻ്റെ കുട്ടീനെ പുറത്താക്കി വാതിലടച്ചു. ഇനി എന്ത് ചെയ്യും? ബായോ കുഞ്ഞാ തക്കടു. അത് നടക്കും. കാക്കയുടെ പറക്കുകയല്ലേ ചെയ്യാം. ഇത് താഴെ കൂടെ ഇറങ്ങിയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണതാ. ഓക്കെ തക്കടു ലവ് ബേർഡ്സിൻ്റെ ടെനയാണ്. അത് കണ്ടിട്ട് കാണണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കട് കുട്ടീനെ പുറത്താക്കി വാതിലടച്ചോ. ബാ കയറടി. വേണ്ട കയ്യിൽ കയറാൻ എൻ്റെ കുട്ടി ഫസ്റ്റാണിത്. ഓക്കെ ആ പൊട്ടൻ എന്താ കാണിക്കണത് നോക്കിക്കൊണ്ടിരിക്കണം. നോക്ക് തക്കടു എന്താ കാണിക്കുന്നത്? തക്കടു കൊച്ചു എന്താ കാണിക്കണേ? മറ്റേ ഫോണിൽ കൊത്താൻ നിൽക്കുക. ഇങ്ങോട്ട് നിൽക്ക്. താഴേക്ക് ഇറങ്ങടി. കൊച്ചു വെള്ളം എവിടെ? കൊച്ചിൻ്റെ വെള്ളം എവിടെ? എവിടെ കൊച്ചു വെള്ളം? തക്കുടിനെ നോക്ക്. ഇടി പൊന്നി തൊടാൻ പറ്റില്ല കേട്ടോ. എൻ്റെ കയ്യിൽ പാട് വീണു. ഇവിടെയൊക്കെ പാട് വീണു. കയ്യിലൊക്കെ പാട് വീണു. വായിൽ ഇത്രത്തോളമാണ് എൻ്റെ കൈ വായിൻ്റെ ഉള്ളിൽ പോയത്. പിന്നെ എങ്ങനെ പാട് വരാതിരിക്കുക? മൂക്കിലൊക്കെ നോക്ക്. തൊടാൻ പറ്റില്ല. ചെറി തുടച്ചു കൊടുക്കുക. ഒന്ന് തുടയ്ക്കട്ടെ. ചെറി ഒന്ന് തുടയ്ക്കട്ടെ. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്ത് പക്ഷിയാണെന്ന്. അപ്പോൾ എന്നോട് എനിക്ക് കൊണ്ടുവന്ന നാളെ പറഞ്ഞത് കൊക്കാണെന്നാണ്. അപ്പോൾ ഇത് കൊറ്റി തന്നെയാണ്. ഇത് ചിലപ്പോൾ ദേശാടന പക്ഷിയായിരിക്കാം. അപ്പോൾ വെളുപ്പ് പറക്കണമെന്നില്ല കേട്ടോ. ചിറക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വീശി നോക്കുന്നുണ്ട്. പക്ഷെ പറക്കണില്ല. അപ്പോൾ എന്തായാലും ഇത് ചിലപ്പോൾ ഇനിയും ചിറകുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ പറക്കുമായിരിക്കാം. എന്തായാലും ഫുഡ് കഴിക്കാൻ എൻ്റെ കൊച്ചു ഫസ്റ്റാണ്. എൻ്റെ കൊച്ചു അല്ലേ കൊച്ചുവേ? ഫുഡ് കഴിക്കാൻ ഫസ്റ്റാണ്. അതേമാതിരി ഇപ്പോൾ ഇരയൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ട ചിറക് വീശണം നോക്ക്. ഇന്നലെ എനിക്ക് സമയമില്ല, വെയ്യാത്തൊക്കെ കൊണ്ട് ഇന്നലെ പുറത്തേക്ക് വിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനതാ പുറത്തേക്ക് വിട്ടിട്ടാണ് ഫുഡ് കൊടുത്തത്. പിന്നെ ഇവിടുന്ന് പുറത്ത് വിടുന്ന സമയത്ത് കാവലിന് ആൾ വേണം, ഇല്ലെങ്കിൽ കോഴി പണിയാക്കും. ആ കോഴി ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കാല് രണ്ടും ഓടിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അത്രയും വെയിറ്റാണ് ആ ചെക്കന്. ഇല്ല കൊച്ചുവിനെ നോക്ക്. കൈ കാണുമ്പോഴത്തേന് മുഴുങ്ങണ്ട ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ വേണ്ട. നോക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ വേണ്ട. പക്ഷെ വിരൽ നീട്ടിപ്പിടിച്ചാൽ എൻ്റെ കൈയിനെ അങ്ങനെ അകത്താക്കും. ഇല്ല കൊച്ചുവേ കൈ പിടിക്ക്. തക്കുട് നോക്ക്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. എന്താ തക്കു എടുക്കണേ? തക്കു പേടിച്ചിട്ട് ഓടാൻ റെഡിയായി നിൽക്കുന്നതാ. ഓടണം. എവിടെ തക്കുടെ ഊഞ്ഞാലിൽ കളിക്കാനാണ്. രാവിലെ എനിക്ക് നല്ല രസമാണ് കേട്ടോ അവരുടെ കളികളും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താണ് എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ പറയുന്ന സമയങ്ങളിലാണ് ഇവരുടെ ഇങ്ങനെയൊന്നും എനിക്ക് നോക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. വേഗം ഫുഡ് കൊടുക്കും. പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകാതെ തന്നെ. അപ്പോൾ ഈ രാവിലത്തെ സമയത്ത് കുട്ടിക്ക് ഉച്ചയ്ക്ക് എക്സാം ആയതുകൊണ്ട് പ്രശ്നമില്ല. അവൾ ബസ്സിന് പോകണതുകൊണ്ട് എനിക്ക് ഇവരുടെ കാര്യങ്ങളും നോക്കാം, എൻ്റെ കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലത്തെ വീഡിയോ, നമ്മുടെ പക്ഷികളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഈ തക്കുടൂനെയും കൊണ്ട് പിന്നാലെ നടക്കണതുകൊണ്ട് എനിക്കൊരു പേരും കൂടി ഇന്ന് കിട്ടിയിട്ടാണ്. എന്താ പറഞ്ഞത്? കാക്കത്തമ്പുരാട്ടിന്ന് എന്നെ വിളിച്ചതാണെന്ന്. കാക്കത്തമ്പുരാട്ടിന്ന്. കുഴപ്പമില്ല, എൻ്റെ തക്കുടു പറഞ്ഞല്ലേ, കുഴപ്പമില്ല. ആ പേരും പറഞ്ഞിട്ട് ഇപ്പം എന്നെ പാട്ട് പാടി നടക്കുകയാണ് തക്കുടൂനെയും എന്നെയും കണ്ടിട്ട്. തക്കുടു ദേഷ്യപ്പെടുത്തി